വില്ലേജിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവ കഥയുണ്ട്. അതായത് അവളുടെ സുഹൃത്ത്, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത്, ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരന്തം. അവളുടെ അമ്മയുടെ സഹോദരൻ്റെ സ്ഥാനത്തുള്ളതാണ്. മദ്യപിച്ച് ഇരിക്കുന്നൊരവസ്ഥയിൽ അവളോട് മോശമായിട്ട് പെരുമാറി. അപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മ വന്നപ്പോൾ അത് പറഞ്ഞു. ആ കാലമാണെങ്കിൽ കൂടി സാധാരണ സ്ത്രീകൾ പ്രതികരിക്കുന്ന പോലെ അല്ല ആ അമ്മ പ്രതികരിച്ചത്. അവരുടെ ബന്ധുവായിരുന്നിട്ട് കൂടി അവരത് വളരെയധികം ശക്തമായി പ്രതികരിച്ചു. ആ ബന്ധം തന്നെ ഇല്ലാതാക്കി. പക്ഷേ ഈ കുട്ടിക്ക് പിന്നെ ഭയങ്കരമായിട്ടൊരു മെൻ്റൽ ട്രോമയായിപ്പോയി. ഇതൊരുപാട് മെഡിസിനിലൊക്കെ അദ്ദേഹം പ്രാപിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഞാൻ ഈ കഥ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞു. അദ്ദേഹം വിവാഹം കഴിച്ചത് വലിയൊരു കോടീശ്വരിയാണ്. പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം തിരിച്ചറിയുകയാണ് ഈ കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്. അതും വളരെയധികം വയലൻ്റ് ആവുന്ന തരത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ വീട്ടുകാരെല്ലാവരും, നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ, സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എടുത്ത് കളയുടെ അവളെ, നീ ഒരാണല്ലേ, നിനക്ക് വേറെ പെണ്ണ് കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് ഒരുങ്ങിയില്ല. പകരം അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷിച്ച് യഥാസമയം മരുന്ന് കൊടുത്ത് അവരെ ഒരു കുഞ്ഞിനെ പോലെ നോക്കിക്കൊണ്ട് ജീവിക്കും. അപ്പം എല്ലാവരും അദ്ദേഹത്തിനെ വാനോളം പുകഴ്ത്തും. ഞാനത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ മദ്യപിച്ചിരുന്ന അവസ്ഥയിൽ വെറുമൊരു 15-കാരിയോട് താൻ ചെയ്ത കൊടും ക്രൂരത ഉള്ളിലുണ്ടാവും. എല്ലാ രാത്രികളിലും ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടത്തില്ല. എനിക്കെന്തുകൊണ്ട് ഭഗവാനെ ഇങ്ങനൊരവസ്ഥ വന്നു എന്ന് ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ ഒരുപാട് നേരം ഉറങ്ങാതെ കിടക്കും. ഉറക്കം കിട്ടാത്ത രാത്രികളുണ്ടാവും. പക്ഷെ അതിൽ ചില രാത്രികളിൽ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉത്തരം നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റാണ് തിരിച്ചറിയാൻ പറ്റിയാൽ അതൊരു വലിയ പ്രായശ്ചിത്തമാണ്. കർമ്മം എന്ന് പറയുന്നത് പോലെ ഒരു വലിയ പ്രായശ്ചിത്തമാണ്. അത് നമ്മൾ തെറ്റ് ചെയ്ത ആളുകളുടെ അടുത്ത് തന്നെ നമുക്ക് തിരുത്താൻ പറ്റിയില്ലെങ്കിലും കാലം മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനുള്ളൊരു അവസരം വരും. അത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ചില കൗൺസിലിംഗ് സെഷനിൽ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആളുകൾ വരാറുണ്ട്. ഞാനങ്ങനെ ചെയ്തു പോയി, അതെനിക്ക് ആരോടെങ്കിലും പറയണം എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി. എൻ്റെ മകളുടെ സ്ഥാനത്ത് ഉള്ളൊരു പെൺകുട്ടിയെടുത്ത് ഞാനങ്ങനെ ചെയ്തു പോയി. എൻ്റെ കൗൺസിലിംഗ് മുറി വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. തിരിഞ്ഞ് പോകുമ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കരച്ചിൽ അനിവാര്യമാണ്. സ്വയം തെറ്റ് തിരുത്തുക, മനസ്സുകൊണ്ടെങ്കിലും തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഈ കഥ ആലോചിച്ചു. ശരിയാണ്, നമ്മൾ സ്വന്തമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വിലയിരുത്തണം.